Good morning, all of you. How are you, my dear children? Fine? Okay. So, today our subject is EVS, and we are going to study a new chapter in your EVS textbook. So, the chapter name is To the City. So, what do you mean by city? City is a crowded place. ഒരുപാട് ടൗൺ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ക്രൗഡഡ് പ്ലേസ്. ഒരുപാട് തിരക്ക് പിടിച്ച സ്ഥലമാണ് അല്ലേ? ഒരുപാട് ക്രൗഡഡ് വിത്ത് വെഹിക്കിൾസ്, വിത്ത് പേഴ്സൺ, ഒരു ഹ്യൂമൻ ബീയിങ്സ് അല്ലേ? അതുപോലെ ഷോപ്പ്, ഇതൊക്കെ ക്രൗഡഡ് പ്ലേസാണ് നമ്മൾ സിറ്റി എന്ന്. പെട്ടെന്ന് സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്രൗഡഡ് പ്ലേസാണ് നമുക്ക് നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നത് അല്ലേ? സോ here in this chapter we are going to study 4 modes of transportation, 4 means of transportation. Do you know what is transportation? What do you mean by transportation? എന്താണ് transportation എന്ന് പറഞ്ഞാൽ? Do you know what is transportation? Transportation means മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലേ? നമുക്കൊരു ലഗേജ് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. സോ the word we call as transportation, transport. സോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു മീനിങ്, ആ ഒരു വേർഡിന് നമ്മൾ എന്താണ് പറയുക? ട്രാൻസ്പോർട്ടേഷൻ. സോ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത്? യെസ്, നമ്മൾ ബുള്ളറ്റ് കാർട്സ്, ഹോസ് കാർട്സ്, ഇതൊക്കെയാണ് പണ്ടുള്ള കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഏൻഷ്യൻ പീപ്പിൾ യൂസ് ബുള്ളറ്റ് കാർട്സ്, ഹോസ് കാർട്സ് ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. സോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? നടന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലേ? പണ്ട് കാലങ്ങളിൽ നമുക്ക് വെഹിക്കിൾസ് ഒന്നുമില്ല. സോ കാൽനടയായിട്ട് നടന്ന് തന്നെ പോകുമായിരുന്നു. അതുപോലെ തന്നെ ഹോസ് കാർട്സ് ഓർ ഇൻ ദ ബാക്ക് ഓഫ് ഹോസ്, കുതിരയുടെ പുറത്തോ അല്ലെങ്കിൽ അതുപോലെ ഹോസ് കാർട്സ്. വാട്ട് മീൻ ബൈ ഹോസ് കാർട്സ്? കുതിര കൊണ്ടുണ്ടാക്കിയ ഒരു വെഹിക്കിൾ. സോ ഇതിലൊക്കെയായിരുന്നു പണ്ട് കാലങ്ങളിൽ പീപ്പിൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയാണോ? അല്ല അല്ലേ? ഇപ്പോൾ ഒരുപാട് ടെക്നോളജീസ്, ഒരുപാട് സയൻസ് ആൻഡ് ടെക്നോളജി ഹാസ് ഇംപ്രൂവ്ഡ്. ആൻഡ് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണോ? സീ ഇൻ ദിസ് പിക്ചർ വാട്ട് ക്യാൻ യു സീ? ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ക്യാൻ യു സീ ആൻ എയറോപ്ലെയിൻ? യു ക്യാൻ സീ ആൻ എയറോപ്ലെയിൻ, ട്രെയിൻ, ഷിപ്പ് ആൻഡ് എ കാർ. സോ ഇതൊക്കെ ഒരു വ്യത്യസ്ത രൂപത്തിലുള്ള പിക്ചേഴ്സാണ് അല്ലേ? വേർ ഡു എയറോപ്ലെയിൻ ഏതിലൂടെയാണ് ട്രാവൽ ചെയ്യുക? മുകളിലൂടെയാണ്. ദെൻ ട്രെയിൻ എവിടെയാണ്? റെയിലിലൂടെയാണ് ട്രെയിൻ പോവുക. അതുപോലെ ഷിപ്പ് ആൻഡ് ബോട്ട്. ഷിപ്പ് ആൻഡ് ബോട്ട് റോഡിലൂടെ പോകാൻ കഴിയുമോ? ഇല്ല. ഇറ്റ് നീഡ് വാട്ടർ. അത് സീയിലൂടെയാണ് പോവുള്ളൂ. ദെൻ കാർ ട്രാവൽ ഇൻ എ റോഡ്. സോ ഓരോന്നും ഓരോ തരത്തിലാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ? സോ വി ക്യാൻ ക്ലാസിഫൈ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ടു 4 types. So 4 modes of transportation or 4 means of transportation. So what are the 4 means of transportation? ഇപ്പോൾ നിങ്ങൾ 4 പിക്ചർ കണ്ടു. 4ഉം വേറെ വേറെ തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ് അല്ലേ? സോ we can classify this into 4 means of transportation. So what are they? ഏതൊക്കെയായിരിക്കും അത്? So the 4 means of transportation are roadways, railways, airways, waterways. So roadways, you know, റോഡിലൂടെ പോകുന്ന വെഹിക്കിൾസിനൊക്കെ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് ഇടുക? റോഡ്വേസിൽ ഇടും. ദെൻ റെയിലിലൂടെ പോകുന്നത് ഏതൊക്കെയാണ്? ട്രെയിൻ, ഗുഡ്സ് ട്രെയിൻ ആൻഡ് പാസഞ്ചർ ട്രെയിൻ. സോ ഇത് നമ്മൾ റെയിൽവേസിൻ്റെ ഗ്രൂപ്പ്സിലാണ് ട്രെയിനൊക്കെ നമ്മൾ പറയുക. അതുപോലെ എയർവേസ്, എയറിലൂടെ പോകുന്നത്. സോ അതേതാണ്? എയറോപ്ലെയിൻ, ഹെലികോപ്റ്റർ, ഇങ്ങനെയുള്ളതൊക്കെ എയർവേസ് ആണ്. ദെൻ വാട്ടർവേസ് മീൻസ് ഷിപ്പ്, ബോട്ട്, ഇങ്ങനെയുള്ളതൊക്കെ വെള്ളത്തിലൂടെ പോകുന്നത് നമ്മൾ വാട്ടർവേസ് എന്നും നമ്മൾ പറയും. സോ ദ 4 means of transportation are roadways, railways, airways, waterways. Now we can see the first one, റോഡ്വേസിൽ റോഡിലൂടെ പോകുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ബസ്. ക്യാൻ യു സീ ബസ്?
സോ യു ഓൾ നോ വാട്ട് ഇസ് ബസ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ബസ്. അതിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും ബസ്സിൽ അല്ലേ. സോ എന്തുകൊണ്ടാണ് നമ്മളൊരു ബസ്സിൽ പോകുന്നത്? മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. സോ ആരാണ് ബസ് ഡ്രൈവ് ചെയ്യുക? ബസ് ഡ്രൈവ് ചെയ്യുന്ന ആളെ നമ്മൾ എന്താണ് പറയുക? യെസ്, ബസ് ഡ്രൈവർ. ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന ആളെ നമ്മൾ എന്താണ് പറയുക? കാർ ഡ്രൈവർ. ലോറി ഡ്രൈവർ. സോ ഇങ്ങനെയാണ് ഡ്രൈവർ. സോ one who controls roadways transportation. റോഡിലൂടെ പോകുന്ന എല്ലാ വെഹിക്കിൾസും കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എന്താണ് പറയുക? ഡ്രൈവർ. ആൻഡ് see in this picture, what is this? Who is the man here? Yes, this is the man who issues ticket and collect fares in a bus. ബസ്സിൽ പോകുമ്പോൾ നമ്മൾ ഫീസ് കൊടുക്കണം അല്ലേ, നമ്മൾ ബസ് ഫെയർ കൊടുക്കും. സോ അത് ആരാണ് വാങ്ങുക? ബസ് കണ്ടക്ടർ. സോ ബസ് കണ്ടക്ടർ ഇസ് ദ പേഴ്സൺ ഹൂ ഇഷ്യൂസ് ടിക്കറ്റ്. നമുക്ക് ടിക്കറ്റ്സ് തരുന്ന ആളും അതുപോലെ കളക്ട് ഫെയർ, നമ്മളുടെ കയ്യിൽ നിന്ന് ബസ് ഫെയർ, ബസ്സിന് നമ്മൾ പോകുന്നതിനുള്ള ചാർജ് കളക്ട് ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് ആര്? കണ്ടക്ടർ. സോ വൺ ഹൂ ഡ്രൈവ്സ് ബസ് ഡ്രൈവ് ചെയ്യുന്ന ആളെ ബസ് ഡ്രൈവർ എന്ന് നമ്മൾ വിളിക്കും. അതുപോലെ വൺ ഹൂ ഇഷ്യൂസ് ടിക്കറ്റ്, നമുക്ക് ടിക്കറ്റ് തരുന്ന ആൾ നമ്മൾ എന്താണ് പറയുക? കണ്ടക്ടർ. നൗ ദ നെക്സ്റ്റ് വൺ ഇസ് റെയിൽവേസ്. സീ ഇൻ ദിസ് പിക്ചർ, ദിസ് ഈസ് എ പിക്ചർ ഓഫ് ട്രെയിൻ. സോ ചിൽഡ്രൻ, ഹാവ് യു ട്രാവൽഡ് ഇൻ ട്രെയിൻ? നിങ്ങൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ചിലവർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, ചിലവർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. സി, this is the picture of train. So where do train travel? ഏത് വഴിയാണ് ട്രെയിൻ പോവുക? ട്രെയിൻ moves on a rail. റെയിലിലൂടെയാണ് ട്രെയിന് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. റോട്ടിലൂടെയോ വെള്ളത്തിലൂടെയോ ഒന്നും ട്രെയിന് പോകാൻ കഴിയില്ല. സോ ട്രെയിൻ നീഡ് റെയിൽ ടു മൂവ്. സോ ട്രെയിനിൽ നമ്മൾ എന്തൊക്കെയാണ്? പാസഞ്ചർ ട്രെയിൻ ഉണ്ട്, അതുപോലെ ഗുഡ്സ് ട്രെയിനും ഉണ്ട്. പാസഞ്ചർ ട്രെയിൻ മീൻസ് പേഴ്സൺസ്, അതായത് പാസഞ്ചേഴ്സ് മീൻസ് ട്രാവലേഴ്സ്. ആരാണോ ട്രാവൽ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ മനുഷ്യരെ കൊണ്ടുപോകുന്നത്, അതായത് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രെയിനാണ് എന്ത്? പാസഞ്ചർ ട്രെയിൻ. ഗുഡ്സ് ട്രെയിൻ, വാട്ട് യു മീൻ ബൈ ഗുഡ്സ് ട്രെയിൻ? ഗുഡ്സ് ട്രെയിൻ മീൻസ്, see in this picture you can see a goods train. This is the picture of goods train. So goods train എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലഗേജസും ഒരുപാട് വലിയ വലിയ ചരക്കുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഗുഡ്സ് ട്രെയിൻ. ഫ്രം വൺ ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിലോ അങ്ങനെയുള്ള ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ്, ഒരുപാട് ക്വാണ്ടിറ്റി ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ട്രെയിൻ യൂസ് ചെയ്യും. സോ ഹാവ് യു see this is inside the train. സോ ട്രെയിനിൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെയാണ്? ബസ് പോലെയാണോ? അല്ല, ഒരുപാട് സ്പേസ് ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ക്യാൻ ട്രാവൽ ഇൻ എ ട്രെയിൻ. ഒരുപാട് പാസഞ്ചേഴ്സിന് ഒരേ സമയം ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് ട്രെയിൻ. ഓക്കെ. സോ ബസ് എവിടെയാണ് നിർത്തുക? ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ്. അതുപോലെ ട്രെയിൻ എവിടെയാണ്? റെയിൽവേ സ്റ്റേഷൻ. സോ വൺ ഹൂ കൺട്രോൾസ് ട്രെയിൻ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എന്താണ് പറയുക? ലോക്കോ പൈലറ്റ്. സോ വൺ ഹൂ കൺട്രോൾസ് ട്രെയിന് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എന്താണ് പറയുക? ലോക്കോ പൈലറ്റ്. ആൻഡ് ടി ടി ഈസ് ദ പേഴ്സൺ ഹൂ എക്സാമിൻസ് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വരുന്ന വ്യക്തിയെ നമ്മൾ എന്താണ് പറയുക? TTR or TTE. Now the next one is airways. See, what's the picture? See in this picture, what can you see? This is an aeroplane. So aeroplane is to reach, we use aeroplane to reach any parts of the world. നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് എയറോപ്ലെയിനിൽ നമുക്ക് പോവാം. വി ക്യാൻ റീച്ച് റാപ്പിഡ്ലി ആൻഡ് സ്പീഡായിട്ട് നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് എത്താനുണ്ട്, ഒരു ദൂരെയുള്ള സ്ഥലത്ത് നമുക്ക് എത്താനുണ്ടെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? വി യൂസ് എയറോപ്ലെയിൻസ്. ആൻഡ് ഹൂ കൺട്രോൾസ് ദി ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എന്താണ് പറയുക? പൈലറ്റ്. യു ഓൾ നോ pilot. And cabin crew is that is greet passengers and they board, serve food, give security guidelines to the passengers. ഫുഡ് സപ്ലൈ ചെയ്യാനും ഫുഡ് സെക്യൂരിറ്റി ഗൈഡ്ലൈൻസ്, അതായത് നമുക്ക് എന്തൊക്കെ അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒരു വ്യക്തിയുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് cabin crew.
നൗ ഹെലികോപ്റ്റേഴ്സ്, എയ്റോപ്ലെയിൻ, ഇതൊക്കെ എന്താണ്, എന്തിന് എക്സാമ്പിളാണ്? എയർവേസ്, എക്സാമ്പിൾസ് ഫോർ എയർവേസ്. സോ അറ്റ് എ ടൈം, അതായത് ഒരേ സമയം നമുക്ക് എന്താണ്, ട്രെയിനിൽ ഒരുപാട് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ എങ്ങനെയാണ്, അപ് ടു 300 ഒരുപാട് പേരെ ഇതിലും ഫ്ലൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം ഒരുപാട് പേർക്കും ലഗേജസിനും ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, എയ്റോപ്ലെയിൻ. സോ എയർവേസ് is the fastest mode of transportation. ഈ 4 ട്രാൻസ്പോർട്ടേഷനിലും which is the fastest mode of transportation? Airways is the fastest mode of transportation, and one who controls flight is called as pilot. So pilot is the man who controls flight. Now the last mode of transportation is waterways. So waterways means ship, boat, ഇതൊക്കെ വാട്ടർവേസിലാണ് വരുന്നത്. സോ വെറൈറ്റീസ് ഓഫ് വെഹിക്കിൾസ് ഓൺ വാട്ടർ, ഫ്രം സ്മോൾ ബോട്ട്സ് ടു ജൈൻറ്റ് ഷിപ്പ്. ഒരു ചെറിയ ബോട്ട് മുതൽ വലിയ ഷിപ്പ് വരെ നമ്മൾ വാട്ടർവേസിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ വി ക്യാൻ ട്രാവൽ, ഇതിലും എന്താണ്, മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. പേഴ്സൺ ക്യാൻ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സോ അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് ലഗേജസ്, കാർഗോ, മോഡ് ഓഫ് കാർഗോ ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ നടക്കുന്നതും ഷിപ്പിലൂടെ തന്നെയാണ്. സോ വൺ ഹൂ കൺട്രോൾസ് ഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എന്താണ് പറയുക, ക്യാപ്റ്റൻ. സോ ക്യാപ്റ്റൻ ഇസ് എ പേഴ്സൺ ഹൂ കൺട്രോൾസ് ഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയും, ക്യാപ്റ്റൻ. So these are the 4 modes of transportation. So ഏതൊക്കെയാണ് ആ 4 modes of transportation? Roadways, railways, airways and waterways. So children, have you got it? Okay, thank you.